പഴയ പോലീസ് നടപടികളെക്കുറിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നിയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പിണറായി കൂടി അംഗമായ സർക്കാരാണ് ശിവഗിരി ജുഡീഷ്യൽ റിപ്പോർട്ട് അംഗീകരിച്ചത്. മുഖ്യമന്ത്രി അവസാനം പ്രസംഗിച്ചതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് സഭയിൽ ഇടപെടാൻ കഴിയാത്തതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ശ്രീ പിണറായി വിജയൻ ഇത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത്. ശ്രീ പിണറായി വിജയൻ കൂടി അംഗമായിട്ടുള്ള ക്യാബിനറ്റ് നായനാറിന്റെ ഗവൺമെന്റാണ് ആ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചത്. ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് 7-8 മാസം മുമ്പ് ഈ പഴയ ആയുധമെടുത്ത് തേച്ചു മിനുക്കി പറയാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയെ പോലെ ഒരാളിനെ ചേർന്നതാണോ എന്ന് അദ്ദേഹം ആലോചിച്ചാൽ മതി. അദ്ദേഹം കൊടുത്ത അംഗീകാരത്തിന് വിരുദ്ധമായിട്ട് അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുകയാണ്. എല്ലാ പ്രസംഗത്തിൻ്റെയും അവസാനമല്ലേ മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്റർഫിയർ ചെയ്യാനുള്ള അധികാരമുള്ള, അവകാശമുള്ള, പ്രിവിലേജുള്ള പ്രതിപക്ഷ നേതാവ് അതിനെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. കെ.ആർ. സാജു ചേരുന്നുണ്ട്. സാജു, ഇന്നലെ ആന്റണിയുടെ പത്രസമ്മേളനത്തിന് ശേഷം തന്നെ നമ്മൾ കണ്ടതാണ് ആന്റണി നേരിട്ടിറങ്ങിയത്. നേട്ടമോ കോട്ടമോ എന്നുള്ള ചൂടേറിയ ചർച്ച കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോഴാണ് അതെല്ലാം സൈറ്റിലുണ്ടായിരുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത രാവിലെ വരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ തിരുവഞ്ചൂർ മറ്റു ചില വിഷയങ്ങളിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഏതു തരത്തിൽ രണ്ട് വിഭാഗമായി തിരിഞ്ഞുകൊണ്ടുള്ള ആലോചനകളും വിലയിരുത്തലുകളുമാണോ ആന്റണിയുടെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നടക്കുന്നത്? വാർത്താ സമ്മേളനം കോൺഗ്രസിൽ സജീവമായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന്, A.K. ആന്റണി തന്നെ രംഗത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടി നൽകിയതോടെ അത് കോൺഗ്രസിന് ഉപകാരമായി, അത് കൂടുതൽ നേട്ടമായി മാറി എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പക്ഷേ A.K. ആന്റണിക്ക് തന്നെ പ്രതിരോധവുമായി സ്വയം എത്തേണ്ടി വന്നത് പ്രതിപക്ഷത്തിന് വേണ്ടത്ര മൂർച്ചയില്ലാതെ നിയമസഭയ്ക്കുള്ളിൽ പോയതാണ് എന്ന വിമർശനം മറുവിഭാഗം ഉയർത്തുകയും ചെയ്യുന്നു. എന്നാൽ A.K. ആന്റണിക്കെതിരായ പരാമർശങ്ങളുമായി മുഖ്യമന്ത്രിക്ക് രംഗത്തെത്തേണ്ടി വന്നത് പഴകിയ ആയുധങ്ങൾ മാത്രമേ സർക്കാരിന്റെ കൈവശമുള്ളൂ, തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞപ്പോൾ ആ ആയുധങ്ങൾ മാത്രമേ രാഗി മിനുക്കി കൊണ്ടുവരാനുള്ളൂ എന്നതിന്റെ തെളിവായി കണക്കാക്കുന്നു എന്നാണ് മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരത്തെ നമ്മളോട് സംസാരിക്കുമ്പോൾ വിശദീകരിച്ചത്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, A.K. ആന്റണി ആവശ്യപ്പെട്ടിരുന്നത് ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷന്റെ റിപ്പോർട്ട്, അത് ശിവഗിരി മഠത്തിലുണ്ടായ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്നായിരുന്നു. ആ റിപ്പോർട്ട് നേരത്തെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിലുള്ളതാണ്, നിയമസഭാ വെബ്സൈറ്റിൽ ലഭ്യമാണ്. 407 പേജുള്ള റിപ്പോർട്ട് ഇപ്പോഴുമുണ്ട്. അത് നമ്മൾ പൂർണ്ണമായും പരിശോധിച്ചു. അതിനകത്ത് പറയുന്നത് പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ല എന്ന നിലക്കാണ് പറയുന്നത്. പോലീസ് നടപടിയെ ന്യായീകരിക്കുകയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലാത്തിചാർജിന് കാരണം അക്രമാസക്തരായ ജനക്കൂട്ടമാണ്. അക്രമം നേരിട്ടപ്പോഴാണ് പോലീസ് ലാത്തി പ്രയോഗിച്ചത് എന്നും കണ്ടെത്തി. അന്നത്തെ SP ശങ്കർ റെഡ്ഡിയെ ഈ റിപ്പോർട്ട്, കമ്മീഷൻ റിപ്പോർട്ട് അഭിനന്ദിക്കുന്നുണ്ട്. 1-2 പോലീസുകാരുടെ പെരുമാറ്റം സേനയുടേതായി കാണാൻ കഴിയില്ല, സംയമനത്തോടുകൂടിയായിരുന്നു പോലീസ് ഇടപെടൽ എന്ന് പറയുന്നു. പക്ഷേ സർക്കാരിന് വിമർശനമുണ്ട്. അത് മന്ത്രിസഭാ ഉപസമിതിയാണ് വിമർശിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയ ശേഷമായിരുന്നു മധ്യസ്ഥ ശ്രമം നടത്തേണ്ടത്. സർക്കാരിന്റെ ആ മധ്യസ്ഥ ശ്രമങ്ങളെല്ലാം പരാജയമായിരുന്നു. മന്ത്രിസഭാ ഉപസമിതി ആത്മാർത്ഥത കാട്ടിയില്ല എന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. ഉപസമിതി കൊണ്ട് രാഷ്ട്രീയ ഗുണമല്ലാതെ പ്രായോഗിക ഗുണമുണ്ടായില്ല എന്ന് തന്നെ റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട്. ഉപസമിതിയുടെ തെറ്റുകളോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നും ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലും ഉപസമിതിക്ക് കഴിഞ്ഞില്ല എന്നുമുള്ള കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഭാഗം. അതേസമയം ശിവഗിരിയിലെ പോലീസ് നടപടി അക്രമാസക്തരായ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനായിരുന്നു, ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടിയായിരുന്നു. ഹൈക്കോടതിയിൽ നിന്നുള്ള ആമീന്മാർക്കും ഒപ്പം തന്നെ ഈ സന്യാസിമാർക്ക്, അതായത് ഭരണസമിതിയിലേക്ക് പ്രവേശിക്കേണ്ട സന്യാസിമാരെ എത്തിക്കാൻ വേണ്ടിയാണ്, ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് പോലീസ് നടപടി എടുത്തത്. അല്ലാതെ 1-2 പോലീസുകാരുടെ തെറ്റിനെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന ഒരു നിലപാടാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് നിയമസഭയ്ക്ക് മുന്നിൽ വരികയും ചെയ്തതാണ്. ധന്യ. ശരി സാജു.